ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC IT തിയറിയിലെ ചാപ്റ്റർ നമ്പർ 8 ആയ ലെറ്റ്സ് ബ്രിങ് പിക്ചർ ടു ലൈഫ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? അതിനു മുമ്പ് എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. ടോട്ടൽ തിയറി 10 മാർക്സിനായിരിക്കും ഉണ്ടാവുക. പാർട്ട് എ 10 ക്വസ്റ്റ്യനും ഉണ്ടാവും, പാർട്ട് ബി 5 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. സോ പാർട്ട് എയിൽ നോക്കുമ്പം 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 1 കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്താൽ മതിയാവും. പാർട്ട് ബിയിൽ നോക്കുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് 5 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓരോന്നിനും 2 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും. സോ നമുക്ക് ഡയറക്റ്റ് സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം, which feature of our eyes makes still images appear as if they are moving and it is the basis for animation technology. അതായത് ആനിമേഷൻ ടെക്നോളജിയുടെ ബേസിസ് എന്താണ് മക്കളെ? ഇതാണ് ആനിമേഷൻ ടെക്നോളജിയുടെ ബേസിസ്. ഇറ്റ് ഈസ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് ആനിമേഷൻ ടെക്നോളജിയുടെ ബേസിസും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഇമേജ്, കുറേ ഇമേജ് ഇങ്ങനെ സ്റ്റിൽ ഇമേജ് കാണുന്ന സമയത്ത് നമുക്കൊരു അത് മൂവ്മെന്റ് ആകുന്നത് പോലെ തോന്നും. That is persistence of vision. Set അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, which technology works mainly on the principle of persistence of vision? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആനിമേഷൻ ആൻഡ് മോഷൻ പിക്ചേഴ്സ്. സെറ്റ് അല്ലേ? ഓക്കെ, what is the approximate duration for which an image stays on the retina due to persistence of vision? ഈ persistence of vision കാരണം നമ്മുടെ റെറ്റിനയിൽ ഇമേജ് നിൽക്കാനുള്ള മിനിമം എത്രയാണ്? അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ എത്രയാണ്? 1 സെക്കൻഡ് ആണോ? 1/16 സെക്കൻഡ് ആണോ? 1 മിനിറ്റ് ആണോ? 1/100 സെക്കൻഡ് ആണോ? എന്താണ് മക്കളെ? ഇറ്റ് ഈസ് 1/16 സെക്കൻഡ് ആണ് മക്കളെ അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് നോക്കാം, വാട്ട് മെത്തേഡ് വാസ് കോമൺലി യൂസ്ഡ് ഇൻ ദ പാസ്റ്റ് ടു ക്രിയേറ്റ് ആനിമേഷൻ ഫിലിം? അതായത് പണ്ട് എങ്ങനെയായിരുന്നു ആനിമേഷൻ ഫിലിം ക്രിയേറ്റ് ചെയ്തത്? എങ്ങനെയാണ് മക്കളെ? ഡ്രോയിങ് ഡയറക്ട്ലി ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ ആണോ? യൂസിങ് പെയിന്റഡ് പ്ലാസ്റ്റിക് ഷീറ്റ് ആണോ? ക്യാപ്ചറിങ് ലൈവ് ആക്ഷൻ സീൻസ് വിത്ത് ക്യാമറാസ് ആണോ? യൂസിങ് 3D പ്രിന്റേഴ്സ് ടു മേക്ക് ക്യാരക്ടേഴ്സ് ആണോ? എന്താണ് മക്കളെ? ഇതിൽ എന്താണ്? ഓപ്ഷൻ ബി, യൂസിങ് പെയിന്റഡ് പ്ലാസ്റ്റിക് ഷീറ്റ്സ് വെച്ചിട്ടാണ് മക്കളെ പണ്ട് എന്ത് ചെയ്തത്? ആനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് typically required to create a film or documentary? അതായത് ഇതിൽ നിന്ന് ഫിലിം അല്ലെങ്കിൽ ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യം ഏതാണ്? സ്റ്റോറി ആണോ? ബി സ്ക്രിപ്റ്റ് ആണോ? ഡയലോഗ്സ് ആണോ? വെതർ റിപ്പോർട്ട് ആണോ? ഏതാണ് മക്കളെ? സിമ്പിൾ ആണല്ലേ. വെതർ റിപ്പോർട്ട് നമുക്ക് എന്തിനാ സിനിമ ഉണ്ടാക്കാൻ, ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ വെതർ റിപ്പോർട്ടിന് ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ സ്റ്റോറി ബോർഡ് ഇൻ ആനിമേഷൻ? ആനിമേഷനിൽ സ്റ്റോറി ബോർഡിന്റെ പേർപ്പസ് എന്താണ്? എന്താണ് മക്കളെ? ടു വിഷ്വലൈസ് ഈച്ച് സീൻസ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ്സ് ഡീറ്റെയിൽസ്, ടു ചൂസ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ടു റൈറ്റ് സ്ക്രിപ്റ്റ് ഓൺലി, ടു പ്രിന്റ് പോസ്റ്റേഴ്സ് ഫോർ പ്രൊമോഷൻ. എന്താണ് മക്കളെ ആൻസർ വരാ? ടു വിഷ്വലൈസ് ഈച്ച് സീൻ ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ്സ് ഡീറ്റെയിൽ. എല്ലാ സീനും നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റോറി ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യും, എന്നിട്ടായിരിക്കും ആനിമേഷൻ ഉണ്ടാക്കുക. സെറ്റ് അല്ലേ? ഓക്കെ, ഇൻ ദ സ്റ്റോറി ലൈൻ ഓഫ് ലൂന, ഹൗ ഡസ് ദ പപ്പി ഹെൽപ്പ് ദ പ്ലാൻ? നമ്മൾ ലൂനന്റെ സ്റ്റോറി ലൈൻ കണ്ടതായിരിക്കില്ലേ സ്കൂളുകളിൽ, ലാബിൽ നിന്ന് അല്ലേ? യെസ്. സോ ആ സ്റ്റോറി ലൈൻ ഓഫ് ലൂനയിൽ എങ്ങനെയാണ് പപ്പി പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാണ് മക്കളെ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്തത്? ബൈ പ്ലാന്റിങ് മോർ സീഡ്സ് ആണോ? ബൈ മൂവിങ് ദ പ്ലാന്റ് ഇൻ ടു അനദർ പ്ലേസ് ആണോ? ബൈ ആസ്കിങ് ദ ക്ലൗഡ്സ് ടു റെയിൻ ആണോ? ബൈ ബ്രിങ്ങിങ് വാട്ടർ ഫ്രം എ പഡിൽ യൂസിങ് എ ചാനൽ ഇൻ ദ സോയിൽ. ഇതിൽ ഏതാണ് മക്കളെ? എന്താണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, by bringing water from a puddle using a channel in the soil. That is the correct answer. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. In which formats can animations be created? എങ്ങനെയാണ് ആനിമേഷൻസ് ക്രിയേറ്റ്? ഏത് ഫോർമാറ്റിലാണ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കാം. ഓൺലി 1D ആൻഡ് 2D ആണോ? അല്ലെങ്കിൽ ഓൺലി 3D ആണോ? അല്ലെങ്കിൽ ഓൺലി 2D ആണോ? പിന്നെ 2D ആൻഡ് 3D ആണോ? ഏതാണ് മക്കളെ? ഏത് ഫോർമാറ്റിലായിരിക്കും? യെസ്, 2D ആൻഡ് 3D എന്ന ഫോർമാറ്റിലായിരിക്കും നമുക്ക് ആനിമേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവീസ് വർ ക്രിയേറ്റഡ് യൂസിങ് 3D ആനിമേഷൻ? 3D ആനിമേഷന് ഇതിൽ നിന്ന് ഏത് മൂവിയാണ് 3D ആനിമേഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത മൂവി? ഏതാണ്? ജംഗിൾ ബുക്ക് ആണോ? ബിഗ് ബക്കി ബണ്ണി, ഷ്രെക്ക്, വാൾ-ഇ ആണോ? സിൻഡ്രല്ല ആണോ? ബാംബി ആണോ? ഇതിലേതാണ്? അതെ, ബിഗ് ബക്ക് ബണ്ണി, ഷ്രെക്ക്, വാൾ-ഇ. ഇതൊക്കെ എന്താണ് മക്കളെ? ഇതൊക്കെ ആനിമേഷൻ യൂസ് ചെയ്തുണ്ടാക്കിയ സിനിമാസ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം,
Which Japanese animation film released in 2021 was created in using OpenToon software? നമ്മൾ പഠിച്ച OpenToon സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഏത് ജപ്പാനീസ് ആനിമേഷനാണ് 2021 റിലീസ് ചെയ്ത ഫിലിം? ഏതാണ് ആ ആനിമേഷൻ ഫിലിം ഏതാണ് മക്കളെ? യുവർ നെയിം ആണോ, ബെല്ലി ആണോ, സ്പിരിറ്റഡ് എവേ ആണോ, പോണിയോ ആണോ? ഏതാണ് മക്കളെ? അതെ നിങ്ങൾക്കറിയാം. യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ബെല്ലി ആണ്. സെറ്റ് അല്ലേ? ഓക്കെ. വാട്ട് ആർ റൂംസ് ഇൻ ഓപ്പൺടൂൺസിൽ നമ്മൾ റൂംസിന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ റൂംസ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? സെപ്പറേറ്റ് വർക്ക് സ്പേസ് ഫോർ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രോയിങ് ആൻഡ് ആനിമേഷൻ, അതാണോ? പിന്നെ ഫിസിക്കൽ റൂംസ് വേർ ആനിമേറ്റേഴ്സ് വർക്ക്, അതായത് സാധാരണ ആനിമേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന റൂമിനെയാണോ റൂം എന്ന് പറയാം? അല്ലെങ്കിൽ സ്പേസ് ഫോർ ഇമ്പോർട്ടിങ് ഇമേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്പേസിനെയാണോ? അതോ സ്പേസ് യൂസ്ഡ് ഫോർ എക്സ്പോർട്ടിങ് വീഡിയോ ഫയൽ, നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തിനാണോ? എന്താണ് മക്കളെ റൂംസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എ, സെപ്പറേറ്റ് വർക്ക് സ്പേസസ് ഫോർ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, അത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രോയിങ്, പിന്നെ അതേപോലെ തന്നെ ആനിമേഷൻ, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനും ഡിഫറെൻറ്റ് വർക്ക് സ്പേസസ് കൊടുക്കുന്നതിനെയാണ് റൂംസ് എന്ന് പറയുക. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ചോദ്യം, വാട്ട് ആർ ഓപ്പൺടൂൺസ് റൂംസ് ഓൾസോ കോൾ? ഈ റൂംസിനെ വേറൊരു നെയിം വെച്ച് നമ്മൾ കോൾ ചെയ്യും. എന്താണ് റൂംസിൻ്റെ മറ്റൊരു പേര്? എന്താണ് മക്കളെ? സീൻസ് ആണോ, വർക്ക് സ്പേസസ് ആണോ, ഫ്രെയിംസ് ആണോ, ലേയേഴ്സ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് വർക്ക് സ്പേസസ്. അപ്പം എന്തായിരിക്കും മക്കളെ? വർക്ക് സ്പേസസ് ആയിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ടൈപ്സ് ഓഫ് ഇമേജ് ഫയൽസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ഓപ്പൺടൂൺസിൽ എന്ത് ടൈപ്പ് ഇമേജ് ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓൺലി രാസ്റ്റർ ഫയൽസ് ആണോ, അല്ലെങ്കിൽ ഓൺലി വെക്ടർ ഫയൽസ് ആണോ, പിന്നെ ബോത്ത് രാസ്റ്റർ ആൻഡ് വെക്ടർ ഫയൽസ് ആണോ, അല്ലെങ്കിൽ ഓൺലി 3D മോഡൽ ഫയൽസ് ആണോ? എന്താണ് മക്കളെ? ബോത്ത് എന്താണ്? യെസ്, ബോത്ത് രാസ്റ്റർ ആൻഡ് വെക്ടർ ഫയൽസ് നമുക്ക് ഈ ഇതിൽ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ. Which tool should be used in OpenToons to remove parts of a drawing? അതായത് OpenToonsൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? പാർട്ട് ഓഫ് ഡ്രോയിങ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടൂൾ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ഇറേസർ ടൂൾ, ബ്രഷ് ടൂൾ, ഫിൽ ടൂൾ, സ്റ്റൈൽ എഡിറ്റർ. ഇതിൽ നിന്ന് ഏതായിരിക്കും മക്കളെ? യെസ്, ഇറ്റ് ഈസ് ഇറേസർ ടൂൾ. സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ടൂൾ മസ്റ്റ് ബി സെലക്ടഡ് ഇൻ ഓപ്പൺടൂൺസ് ടു ഗിവ് ആൻ ആനിമേഷൻ ഫോർ ആൻ ഒബ്ജക്ട്? അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഓപ്പൺടൂൺസിൽ ഏത് ടൂളായിരിക്കും സെലക്ട് ചെയ്യേണ്ടി വരിക? ബ്രഷ് ടൂൾ ആണോ, ഇറേസർ ടൂൾ ആണോ, ആനിമേറ്റ് ടൂൾ ആണോ, ടൈപ്പ് ടൂൾ ആണോ? ഏതാണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് ആനിമേഷൻ ടൂൾ ആണ് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇൻ ഓപ്പൺടൂൺസ് ഫയൽസ് ആർ സേവ്ഡ് ആസ് പ്രൊജക്ട് ഫയൽസ് യൂസിങ് വിച്ച് ഫയൽ എക്സ്റ്റൻഷൻ? അതായത് നമ്മൾ ഓപ്പൺടൂൺസിൽ ചെയ്യുന്ന ഫയൽ പ്രൊജക്ട്സിൻ്റെ സേവ് ചെയ്യുമ്പോൾ ഫയൽ എക്സ്റ്റൻഷൻ എന്താണ് മക്കളെ? .otp ആണോ, .mp4 ആണോ, .tnz ആണോ, .ots ആണോ? ഏതാണ് മക്കളെ? ഈ ഓപ്പൺടൂൺസിന് പറയുമ്പോൾ തന്നെ അതിലില്ലേ? ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, tnz. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് 3D ആനിമേറ്റഡ് മൂവീസ്? ഓക്കെ, ഇവിടെ 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും മക്കളെ? 2 ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് നോക്കാമല്ലോ. ഓപ്ഷൻ എ ഷ്രെക്ക്, സിൻഡ്രല്ല, ബിഗ് ബ്രക്ക് ബന്നി, ബാംബി, പിന്നെ അതേപോലെ ദ ജംഗിൾഡ് ബുക്ക്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടല്ലോ. ഇതിലേതാണ്? ഷ്രെക്ക് എന്താണ്? ഒരു ആനിമേറ്റഡ് മൂവിയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ബിഗ് ബക്ക് ബന്നി എന്താണ് മക്കളെ? ആനിമേറ്റഡ് മൂവിയാണ്. സെറ്റ് അല്ലേ? ഓക്കെ. Which of the following software are used to create 3D animation? 3D animation ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മക്കളെ? ബ്ലെൻഡർ ആണോ, അഡോബ് ആനിമേറ്റ് ആണോ, ഓട്ടോഡെസ്ക് മായ ആണോ, ട്യൂബ് ഡെസ്ക് ആണോ, സിൻഫിക്സ് സ്റ്റുഡിയോ ആണോ? ഏതാണ് മക്കളെ? ഇതിൽ നമുക്കിപ്പോൾ ബ്ലെൻഡർ യൂസ് ചെയ്യാം. പിന്നെ ഏതാ മക്കളെ യൂസ് ചെയ്യാം നമുക്ക്? അതെ, ഓട്ടോഡെസ്ക് മായോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിന്? ക്രിയേറ്റ് 3D ആനിമേഷൻ. 3D ആനിമേഷൻ ആണ് മക്കളെ, അത് ശ്രദ്ധിക്കണം. ഇവിടെ 3D ആനിമേഷൻ ആണ് പറയുന്നത്. സോ നമുക്ക് 3D ആനിമേഷൻ ഏതിൽ ചെയ്യാൻ പറ്റും? ബ്ലെൻഡറിലും ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഓട്ടോഡെസ്ക് മായയിലും ചെയ്യാൻ പറ്റും? 3D ആനിമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് 2D ആനിമേഷൻ? 2D ആനിമേഷനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാം. നമുക്ക് വായിച്ചു നോക്കാമല്ലോ. 2D ആനിമേഷൻ ഈസ് ബേസ്ഡ് ഓൺ 3D ഇമേജസ്. ശരിയാണോ മക്കളെ? അല്ല, തെറ്റാണ്. ഓക്കെ. ഇനി 2D ആനിമേഷൻ യൂസസ് ഇമേജസ് ക്രിയേറ്റഡ് ഇൻ 2 ഡയമെൻഷൻ. അതായത് 2D ആനിമേഷൻ എന്താ യൂസ് ചെയ്യുക? 2D ഡയമെൻഷനൽ ഇമേജ് ആയിരിക്കും യൂസ് ചെയ്യുക. അത് ശരിയാണല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ശരിയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം.
ഫേമസ് 2D ആനിമേറ്റഡ് ഫിലിംസ് ഇൻക്ലൂഡ് ദ ജംഗിൾ ബുക്ക് ആൻഡ് സിൻഡ്രല്ല. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടല്ലോ, ദ ജംഗിൾ ബുക്ക് ആൻഡ് ദ സിൻഡ്രല്ല എന്താണ്, ഒരു 2D ആനിമേറ്റഡ് സിനിമയാണ്, അത് നല്ല ഫേമസ് സിനിമയാണ്. സോ അതും ശരിയാണ് മക്കളെ, ഓപ്ഷൻ സി. പിന്നെ ഡിയും ഇയും നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല, 2 ആൻസേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നോക്കി നോക്കാം. ബ്ലെൻഡർ ആൻഡ് അഡോബ് ഡയമെൻഷൻ ആർ എക്സാമ്പിൾ ഓഫ് 2D ആനിമേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ അല്ലേ ബ്ലെൻഡർ. അപ്പോൾ ഇത് തെറ്റല്ലേ? യെസ്, ഇത് തെറ്റാണ്. ഓക്കെ, ഓൾ 2D ആനിമേഷൻസ് ആർ ക്രിയേറ്റഡ് വിത്ത് പെയിന്റഡ് പ്ലാസ്റ്റിക് ഷീറ്റ്സ്. അങ്ങനെയാണോ മക്കളെ? നമ്മൾ എന്താ പറഞ്ഞത്? പണ്ട് കാലത്തെ ആനിമേഷൻസ്, എല്ലാ ആനിമേഷൻസും എന്താണ്, പ്ലാസ്റ്റിക് പെയിന്റഡ് ഷീറ്റ് വെച്ചാണ് ചെയ്തത്. പക്ഷെ ഇപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അതും എന്താണ് മക്കളെ? അതും തെറ്റാണ്. സോ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ആൻസർ കിട്ടി. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നെസസറി ഫോർ മേക്കിംഗ് എ ഫിലിം ഓർ ഡോക്യുമെൻ്ററി? അതായത് നമ്മൾ ഫിലിമും ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ടുള്ള നെസസറി തിങ് എന്താണ് ഇതിൽ? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റോറി ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, എ റാൻഡം കളക്ഷൻ ഓഫ് ഇമേജസ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, ഓൺലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഇതിൽ എന്ത് രണ്ടെന്നുണ്ടായാലും മാത്രമാണ് സിനിമ ആവശ്യം. അതായത് സിനിമൻ്റെ മെയിൻ സംഭവം എന്താണ്? ഒരു സ്റ്റോറി വേണം. ഒരു സ്റ്റോറി ഇല്ലെങ്കിൽ പിന്നെ സിനിമ ഉണ്ടോ മക്കളെ? ഒരു കഥ ഇല്ലെങ്കിൽ സിനിമ ഉണ്ടോ? ഇല്ലല്ലോ. സോ നമുക്ക് സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്? റാൻഡം കളക്ഷൻ ഓഫ് ഇമേജസ് ആണോ, ആനിമേഷൻ ആണോ, ഓൺലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണോ? സ്റ്റോറി ഉണ്ടായാൽ മതിയോ? അതിൻ്റെ കൂടെ അഭിനയിക്കാൻ ക്യാരക്ടേഴ്സ് വേണ്ടേ? ആ സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സ് വേണ്ടേ മക്കളെ? അല്ലാതെ സ്റ്റോറി സിനിമ ആക്കിയൊരു കാര്യമുണ്ടോ? ക്യാരക്ടേഴ്സ് ഇല്ലാത്ത സ്റ്റോറി സിനിമ ആക്കിയൊരു കാര്യമുണ്ടോ? ഇല്ല. സോ എന്താണ്? ക്യാരക്ടേഴ്സും നെസസറി തിങ് ആണ്. സോ ഇവിടെ എന്താണ്? സ്റ്റോറിയും ക്യാരക്ടേഴ്സും ആണ് സിനിമ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയിൽ നെസസറി തിങ് വരുന്നത്. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ചാപ്റ്റർ 8 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ സെറ്റ് ആക്കുക. പിന്നെ അത് കൂടാതെ മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. സോ അതും നോക്കാം. സോ എക്സാം സെറ്റ് ആക്കുക. സോ താങ്ക് യു.